ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി രാജ്യത്തിന്റെ നിലപാട് പറയും, ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം തുടരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ സൈന്യം എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലാണ്. ഇവിടത്തെ 100 കോടി ജനങ്ങളുടെ പ്രാർത്ഥനകൾ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ അവിടുത്തെ സിവിലിയൻസിനെയോ തങ്ങൾ ലക്ഷ്യമിട്ടിട്ടേ ഇല്ല, ഞങ്ങളുടെ ഉന്നമെന്ന് പറയുന്ന അവിടുത്തെ ഭീകരവാദികൾ മാത്രമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഭീകരവാദത്തിനെതിരെ മാത്രമാണ് രാജ്യത്തിന്റെ പോരാട്ടമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണല്ലോ സൈന്യം കാര്യങ്ങൾ വിശദീകരിച്ചത്. ഡോക്ടർ മോഹൻ വർഗീസ്, സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിൽ ക്ലാരിറ്റിക്ക് ഒട്ടും കുറവ് ഉണ്ടായില്ല. കാരണം സൈന്യത്തിന് പറയാനൊക്കുന്ന ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സൈന്യം കൃത്യമായി പറഞ്ഞു. പക്ഷേ ലിമിറ്റുകളുണ്ട് എന്നോർക്കണം. കാരണം ഒരു നയം പ്രഖ്യാപിക്കാൻ സൈന്യത്തിനാവില്ല. സൈന്യത്തിന് നൽകിയിട്ടുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത് ഉചിതമായ റെസ്പോൺസ് കൊടുക്കുക. അതിന് സൈനിക മേധാവികൾക്ക് വേണ്ട പൊളിറ്റിക്കൽ ഡയറക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിരന്തരമായ കൂടിയാലോചനകൾ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിൽ നിരന്തരമായി കഴിഞ്ഞ ഏതാനും ഈ ആക്റ്റീവ് എസ്കലേഷനിലേക്ക് വന്നതിന് ശേഷം 5 ദിവസങ്ങളായി 100-ലധികം മണിക്കൂറുകളായി 20-ലധികം മീറ്റിങ്ങുകളാണ് നടന്നത്. വിദേശകാര്യ സെക്രട്ടറിയും വിദേശകാര്യ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും സൈനിക തലവന്മാരും എല്ലാം അടങ്ങുന്ന അനവധി മീറ്റിങ്ങുകൾ വന്നു. ഇതിലെല്ലാം എത്തിച്ചേർന്ന ചില ധാരണകളുണ്ട്. ദ കോഴ്സ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കണം, ദ എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കണം, അതുകൊണ്ട് പ്രപ്പോർഷനേറ്റ് ആയിരിക്കണമോ മറുപടി, അതോ ഒരു ഡോമിനന്റ് ഒരു പൊസിഷൻ ആയിരിക്കണമോ എന്നതാണ്. ആദ്യം വന്നിരുന്നത് ഒരു മെഷേർഡ് റെസ്പോൺസ്, കൊളാറ്ററൽ ഡാമേജ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഭീകര താവളങ്ങളിലേക്ക് മാത്രം എന്ന ആദ്യത്തെ ഒരു നിലപാട്. അതിൽ നിന്നും എസ്കലേഷനിലെ മോഡിലേക്ക് പോയപ്പോൾ രണ്ടാമത്തെ ലെവലിൽ സൈനിക താവളങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്നത് കണ്ടു. പക്ഷെ 3-ാം ലെവലിലേക്ക് പോയപ്പോൾ വ്യാപകവൽക്കരിക്കുന്ന പാകിസ്ഥാന്റെ ഏതു മേഖലയിലേക്കും കടന്നു കയറാവുന്ന രീതിയിൽ ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക്, അതുകൊണ്ടാണ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ചൈനീസ് നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇന്ത്യയുടെ നഗരങ്ങൾക്ക് നേരെ നടന്നപ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾക്ക് നേരെ നടന്നപ്പോൾ മെഷേർഡ് റെസ്പോൺസ് എന്നതിന് ഉപരിയായ ആക്രമണം ഒരുപക്ഷെ നടന്നിരിക്കാം. അതിൻ്റെ ഡാമേജുകൾ സൈന്യത്തിന് വിവരിക്കാവുന്നത് കൃത്യമായി ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി വിവരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലെ രീതിശാസ്ത്രവും ഇതിൻ്റെ പിന്നിലെ ആത്യന്തികമായ ലക്ഷ്യവും, വാട്ട് ഡസ് ഇന്ത്യ എക്സ്പെക്ട് ഫ്രം പാകിസ്ഥാൻ, വാട്ട് ഡസ് ഇന്ത്യ എക്സ്പെക്ട് ഫ്രം ദ വേൾഡ്, വാട്ട് ഡസ് ഇന്ത്യ എക്സ്പെക്ട് ഫ്രം ഓൺ പീപ്പിൾ, നമ്മുടെ ജനങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യമൊറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ചില വിരുദ്ധമായ ശബ്ദങ്ങൾ, വേറിട്ട ചിന്തകൾ, ചോദ്യങ്ങൾ. അത് സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. യുദ്ധസമയത്ത് അത് സാധ്യമല്ല. ഇപ്പോഴിതാ വെടിനിർത്തലിൻ്റെ ഒരു ആദ്യ ഘട്ടമാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഉയരും. ഈ ചോദ്യങ്ങളുടെ സ്വാഭാവികമായി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ വരുന്നതിന് മുൻപ് തന്നെ വിശദീകരണം വരണം. ഒരു കാര്യത്തിലെ വിശദീകരണം രാജ്യം ആഗ്രഹിക്കുന്നു. വാസ് ദെയർ എ തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ്, ഒരു 3-ാം കക്ഷിയുടെ, അമേരിക്ക എന്ന രൂപത്തിലോ സൗദി അറേബ്യ, ഇറാൻ എന്നീ രൂപത്തിലോ 3-ാം കക്ഷിയുടെ ഇടപെടൽ സമാധാന പ്രക്രിയയിൽ, വെടിനിർത്തൽ പ്രക്രിയയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ലെവൽ വരെ? അത് ഇന്ത്യയുടെ വിദേശ നയത്തിന് അനുരൂപമാണോ? നമ്മുടെ പ്രഖ്യാപിത നയമാണ് ബൈലാറ്ററൽ ഉന്മേഷ്. ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ 1972 മുതൽ ഇന്ത്യയുടെ സുവ്യക്തമായ നയമാണ്. അതായത് ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യയുടെ മണ്ണായ സിംലയിൽ വെച്ച്, ഹിമാചൽ പ്രദേശിൽ വെച്ച് കരാർ ഒപ്പിട്ടു. ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏത് വിഷയവും 3-ാം കക്ഷിയുടെ സഹായമില്ലാതെ, ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യമില്ലാതെ നേരിട്ടുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന ദൃഢനിശ്ചയം. അതിൽ നിന്ന് ഇന്ത്യ പിന്നാക്കം പോയോ? അമേരിക്കയുടെ ഇടപെടലുണ്ടായോ? അമേരിക്ക പാകിസ്ഥാനെ നിർബന്ധിക്കുകയുണ്ടായോ? അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, IMFന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ട്സ് റിലീസ് ചെയ്യാൻ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാം എന്ന ഉറപ്പിൽ പാകിസ്ഥാനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇന്ത്യയോട് സംസാരിക്കണം, DGMO തലത്തിൽ ഇന്ത്യയോട് സംസാരിക്കണം എന്ന നിർദ്ദേശം അമേരിക്ക കൊടുത്തോ? ആ ലെവലിലുള്ളത് സ്വീകാര്യമാണോ? ഇതൊക്കെ ഡിബേറ്റബിൾ പോയിന്റുകളാണ്. എത്രത്തോളം സ്വീകാര്യമാണ്? 3-മതൊരു കക്ഷി ഇടപെടുന്നത് അസ്വീകാര്യമാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംസാരിക്കുന്ന സാഹചര്യം ഒരുക്കുന്നതിന്
ഏതെങ്കിലും ഒരു നിഷ്പക്ഷ രാജ്യം, മൂന്നാം രാജ്യം ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എതിർക്കാനുമാവില്ല. അപ്പോൾ ആ നൂൽപ്പാലത്തിലൂടെയാണ്, നയപരമായ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് സഞ്ചരിക്കാനുള്ളത്. അതേക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ആധികാരികമായി രാജ്യത്തോട് പറയേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണ്. ആ സൂചന രാജ്യത്തിന് ലഭിക്കണം, പ്രതിപക്ഷത്തിന് ലഭിക്കണം. അതേക്കുറിച്ചുള്ള ഏർലി റിയാക്ഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ ക്രെഡിറ്റ് മുൻകൂർ തന്നെ എടുത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനും അതേക്കുറിച്ചുള്ള നയവ്യതിയാനമുണ്ടെങ്കിൽ, അത് നയം തുടരുന്നുണ്ടെങ്കിൽ അത് ആ ക്ലാരിഫിക്കേഷനാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഇന്ന് പ്രധാനമായി പ്രതീക്ഷിക്കുന്നത്. ശരി, പ്രതിപക്ഷം ആ ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ആ ചോദ്യം ഉയർന്നു. അത്തരത്തിൽ ഒരു ഇടപെടൽ, മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യങ്ങളിലൊക്കെ എന്നുള്ള ചോദ്യം ഇന്ന് കേരളത്തിൽ നിന്നും ഉയർന്നതാണ്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാഗത്ത്.